കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ട. പകൽ വെളിച്ചത്തിനു പിന്നിൽ രാത്രിയുടെ നിഴലുകളിൽ പ്രവർത്തിക്കുന്ന ക്രൂരതയുടെ പര്യായമായ കുറ്റകൃത്യ ശൃംഖല. അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ നിർമ്മിക്കുന്നത് വളർന്നുവരുന്ന യുവതലമുറയെ കാർന്നു തിന്നുന്ന അതിമാരക മയക്കുമരുന്നാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ലഹരിക്ക് അടിമപ്പെടുത്തുന്ന അതിമാരക രാസലഹരിയുടെ പ്രഭവ കേന്ദ്രമാണിത്. റാഫേൽ കാസ്റ്ററിലോ എന്ന വലിയ ഒരു നൊട്ടോറിയസ് ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ശക്തമായ സംഘം നിയമവിരുദ്ധ മയക്കുമരുന്ന് നിർമ്മാണവും വ്യാപാരവും നടത്തുന്നു. എന്തിനും തയ്യാറായ അനുയായികൾ എപ്പോഴും അവന്റെ ചുറ്റിലുമുണ്ട്. En Querila tenemos una posición muy fuerte. Yo respondo hasta el límite acordado. Después de eso, el pago debe estar listo. പണത്തിനോടുള്ള അത്യാഗ്രഹം ചിലരെ നിയമത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അതിരുകൾ മറികടക്കാൻ പ്രേരിപ്പിക്കുന്നു. Hasta aquí llega mi responsabilidad. Después, quiero que todo esté resuelto. വിവിധ ചരക്ക് കണ്ടെയ്നറിലൂടെയും കടൽ ഗതാഗതത്തിന്റെയും മറവിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവർ അതിമാരക രാസലഹരി വ്യാപിപ്പിക്കാൻ തുടങ്ങി. കടലുകൾ കടന്ന് അനവധി തുറമുഖങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഇരുണ്ട രഹസ്യം ഒടുവിൽ ഇന്ത്യയിലേക്കും എത്തുന്നു. കേരളം പ്രകൃതി സൗന്ദര്യത്തിന്റെയും ശാന്തതയുടെയും നാട്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളവും ഒരു വലിയ ലഹരി മാഫിയയുടെ പിടിയിലാണ്. അല്ലെങ്കിൽ വൻ ശക്തികളുടെ കരങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തെ ലഹരിയാൽ മുറുക്കിയിരിക്കുന്നു. ഭീകരമായ കുറ്റകൃത്യ ശൃംഖലയുടെ നിഴൽ കേരളത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അധികാരികളും അന്വേഷണ സംഘവും സത്യം തിരിച്ചറിയുന്നതിന് മുൻപ് ഈ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികൾ മുറിക്കാൻ ഒരവതാര പിറവി അനിവാര്യമായിരുന്നു. മക്കളെ രക്ഷപ്പെടുത്താൻ, മാതാപിതാക്കളുടെ കണ്ണുനീർ തുടയ്ക്കാൻ ലോകം മുഴുവൻ കാത്തിരുന്നു ആ ഒരു ശക്തി കേന്ദ്രത്തിനു വേണ്ടി. ഇനി കാണാൻ പോകുന്നത് വലിയ യുദ്ധത്തിന്റെ തുടക്കമാണ്. തിന്മയ്ക്കെതിരെയുള്ള അതിശക്തമായ യുദ്ധം.
നമസ്കാരം, ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മനസാക്ഷി കീഴടക്കിയ ഓപ്പറേഷൻ തൂഫാന് ഒരു പൊൻതൂവൽ കൂടി. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് വന്ന വൻ മയക്കുമരുന്ന് ശേഖരമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിന് കോടികളാണ് വില മതിക്കുന്നത്. അത് മാത്രവുമല്ല, ഒരു അധ്യാപികയാണ് ഇതിലെ പ്രധാന കണ്ണി. ശരി സാർ. നിന്നെയൊക്കെ ടീച്ചറെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിങ്ങൾ കഴിവാണ് മോളെന്ന് വിളിക്കും. അതിനൊരു മനസ്താപം എനിക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല. സർക്കാർ വരുന്ന ശമ്പളം കൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അതിൽ നല്ല ടീച്ചർമാരും വിടും, ഞങ്ങളെ പോലുള്ള പോലീസുകാരും വിടും. അത് എന്തും വീട് കഴിഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കളാണ് അധ്യാപകർ. അവർക്ക് മാതൃകയാവേണ്ടവരാണ് നിങ്ങൾ. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ്. പണത്തിനോട് ആർത്തി മൂത്തി ഇമാതിരി തെമ്മാടിത്തരം ചെയ്യുമ്പോൾ നീയൊക്കെ നശിപ്പിക്കുന്ന വളർന്നു വരുന്നൊരു തലമുറയാ. നിനക്കും ഇല്ലേടി മക്കള്. സാറ് പറഞ്ഞ വല്ലത് മനസ്സിലായോ? എവിടെ ഓരോന്ന് വലിച്ചു കയറ്റിങ്ങായിട്ട് ഫുൾ ഓണായിട്ട് നടക്കുക അല്ലേ? ഓണല്ലടാ, ഓൺ. അതൊന്നും ടീച്ചർക്ക് മനസ്സിലാവൂല രജീഷേ. അതിനൊക്കെ കൃത്യമായിട്ടുള്ള വകുപ്പുകളുണ്ട്. അതൊക്കെ ചാർജ് ചെയ്തേക്ക്. തൊക്കിക്കൊള്ളാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ സാറേ. രജീഷ, 10-16 വർഷം പുറലോം കാണരുത് നമ്മുടെ അധ്യാപിക. അതിനുള്ള വകുപ്പൊക്കെ എഴുതി പിടിപ്പിച്ചോ ടീച്ചറെ? അപ്പോ ഹാപ്പി ജയിലോണം. തിരിച്ചെത്താം ന്യൂസിലേക്ക്. ഞങ്ങൾ പ്രതിനിധി രാജേഷ് ചേരുന്നു. രാജേഷ്, എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് സംഘത്തെ വലയിലാക്കിയത്? ആഷിൻ, കേൾക്കാമോ? സംഭവം നടന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ വെച്ചാണ് അതിമാരക മയക്കുമരുന്നായ MDMAയുമായി ഒരു ടീച്ചറെ പിടികൂടുന്നത്. ഇത്തരത്തിലുള്ള എന്ത് അധാർമിക പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിലും അജ്ഞാതൻ അവരെ കീഴ്പ്പെടുത്തുമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ അജ്ഞാതൻ ആരാണെന്ന ആശങ്കയിലാണ്, ആകാംക്ഷയിലാണ് നാട്ടുകാരെല്ലാവരും. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് നിന്നും മറ്റൊരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുന്നു. ഇഷാന നമ്മോടൊപ്പം ഉണ്ട്. ഇഷാന, എന്താണ് അവിടെ സംഭവിച്ചത്? ഹാഷിം, പുറകിൽ കാണുന്ന ഈ കടയിലാണ് സംഭവം നടന്നത്. ഈ കടയിൽ ജ്യൂസ് കുടിക്കാനും ചായ കുടിക്കാനും യുവാക്കളുടെ അത്ഭുതകരമായ തിരക്കാണ്. ഈ തിരക്കാണ് പോലീസിന് സംശയം തോന്നിയത്. ആ സംശയത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അതിവിദഗ്ധമായ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. ഇല്ല, നോക്കാം. ഏതാ? ഹലോ, എടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ടീച്ചർമാരുടെ അക്കൗണ്ടിലിടുന്നു. എക്കത്തിനെ പൊക്കി എന്റെ അക്കൗണ്ടില്ല കൊല്ലും ഞാനിവിടെ ലഹരി വിരുദ്ധ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടിരിക്കണം. നിനക്കും കൂടെ ചോദിക്കണ്ടല്ലേ? ഭാര്യയല്ല എന്റെ സെക്രട്ടറി. എന്റെ വീട്ടിൽ ആരുടെ അക്കൗണ്ട് ഇടാൻ പറ്റില്ല. ഞങ്ങൾ അച്ഛനും അമ്മയും എല്ലാവരും ലഹരിക്കെതിരാ. അതെന്താ കുഴപ്പം? ഇല്ല, നീ ഇട്ടോ, എത്ര വേണമെങ്കിലും ഇട്ടോ. എടാ, എനിക്ക് FCR ലൈസൻസ് ഉണ്ടല്ലോ. നിനക്ക് അറിഞ്ഞൂടാത്? എടാ, NRI അല്ലടാ നാറി, FCR. നമ്മുടെ ഇതിലുള്ളതാണത്. നിനക്ക് ഞാൻ IFSC കോഡും നിനക്ക് ഇത് ഇട്ടുതരാം. IFSC കോഡും അക്കൗണ്ട് നമ്പറും ഇട്ടുതരാം. നീ എത്ര വെച്ചിട്ടോ? ഇന്നലെ സുരേഷ് 10 ലക്ഷം രൂപ ഇട്ടല്ലേ? എടാ, ഒരാളും ചോദിക്കാൻ വരില്ല. എത്ര വെച്ചിട്ടോ നീ? നോ പ്രോബ്ലം. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. ഒരു കുഴപ്പമില്ല, നീ ഇട്ടോ, എത്ര വെച്ചിട്ടോ. എത്ര ഇടാൻ പോണേ ഇപ്പം? 10 നോ പ്രോബ്ലം. പൈസ ഇട്ടോ. നീ പൈസ ഇടാൻ എത്ര വൈകുന്നു അത്ര ഓപ്പറേഷൻ വൈകും. നിനക്കറിയാലോ, വെറുതെ വഴിതെറ്റി ആശുപത്രി കയറിയാലും അവർ 4 ലക്ഷത്തിന്റെ ബില്ലടിച്ച് തരും. എന്നിട്ടേ ചോദിക്കുള്ളൂ എന്താ അസുഖം. അതെ, എന്റെ കടയുടെ വാതിക്കൽ എടുക്കുമ്പോൾ നിൽപ്പുണ്ട്. നല്ല കട്ടി മീശ, നല്ല വെളുത്ത്, നല്ല മുടികൾ, നല്ല സുന്ദര കുട്ടപ്പൻ. അപ്പൊ എന്തായാലും ദൈവം അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ടാവൂല. കാരണം എല്ലാം കൂടി വാരിച്ചൊരിഞ്ഞു കൊടുക്കൂല. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. ഹലോ സാറേ, പെപ്സി എന്ന് പറഞ്ഞായിരുന്നു. അല്ല, പെപ്സി 6 വേണമെന്ന് ആരുടെ ഫോണിൽ സംസാരിച്ചായിരുന്നു. ഇവിടെ ഉണ്ട്, നല്ല തണുത്തോണ്ട്. പെപ്സി അല്ല, FCR. എന്നാ സാറേ? അതൊരു അക്കൗണ്ടാ.
ഓ അതിനകത്ത് എത്ര പൈസ വേണം ഇടാം. അപ്പൊ ഈ കണക്കൊക്കെ കണക്ക് കാണിക്കണ്ടായിരുന്നില്ല. ഒരു നിമിഷം. ഹലോ എടാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി എത്ര പൊട്ടണമെന്നല്ലട്ടാ, തലേക്കല്ലനാണ്. ഇവിടെ പുള്ളി ഒരു അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു, കണക്കൊരു വട്ടിയും ചോദിക്കൂലെന്ന്. ഇത് നമ്മളറിയണ്ടേ. ഞാൻ ഒന്നൂടെ മുട്ടി നോക്കട്ടെ. നീ ഉറപ്പിക്കല്ലേ, ഒന്നൂടെ മുട്ടട്ടെ. അതെ ഒരു കുറച്ച് പൈസ സാറിന്റെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ക്യാഷ് ആയിട്ടൊന്ന് എടുത്തു തരൂ. ധൈര്യമായിട്ടോ. അതിനെന്തിനാ ഇങ്ങനെ കെഞ്ചുന്നേ? ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയല്ലേ. എടാ പുള്ളി നമ്മളെ പോലെ ചാരിറ്റിയുടെ ആളാണ്. ഓക്കെ ഓക്കെ, ഞാനൊന്ന് മുട്ടട്ടെ. ഓ ഒരു 50 ഇട്ടോട്ടെ സാറേ. 50 ലക്ഷം ധൈര്യം കേട്ടോ. അയ്യോ 50 ലക്ഷം അല്ല, 50,000. 50,000 ഉള്ളോ? കിട്ടോ, FCR അക്കൗണ്ടിലേക്ക് കിട്ടോ. ഹലോ, അതാ ഗൂഗിൾ പേ നമ്പർ എന്ന് പറഞ്ഞു. ഗൂഗിൾ പേ നമ്പറോ? അത് 9387 9387 200 200 200 200. ഓക്കെ സാറേ, നല്ല നമ്പറാണല്ലോ. അല്ല നല്ല ഫാൻസി നമ്പറാണല്ലോ അത്. ഹലോ, നീ പൈസ ഇട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇല്ലേ, എന്നിട്ട് അമ്മയുടെ ഉച്ചക്കല്ല് ഓപ്പറേഷൻ. അപ്പൊ അമ്മക്കുള്ള കഞ്ഞി വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കോ. ഉപ്പ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് മേടിക്കരുത്. ഉപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ട് നീ പയ്യനെ പറഞ്ഞു വിട്ടോ. നല്ല ബിസിയല്ലേ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. 25 ഗ്രാം ഉപ്പ്. ഉപ്പ്. അവന്റെ പേരെന്ത്? അതുൽ. എവിടെ സ്ഥലം? ഒരു 12 കേട്ടോ. എത്ര വയസ്സായി? 18 ചേട്ടാ കടലല്ലേ ചുപ്പ? ഉപ്പ ശരി. ഉപ്പിനൊക്കെ നല്ല ഡിമാൻഡല്ലേ ഇവിടെ? അയ്യോ, ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി സാധനമല്ലേ ഇവിടെ കൊടുക്കണം. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അല്ല 25 ഗ്രാമൊക്കെ ആൾക്കാർ മേടിക്കൂ. സാധാ കടയിൽ നിന്ന് ഉപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിലേ ചിലപ്പോ ഉപ്പുണ്ടാവൂല. എന്റെ ഒരു നുള്ളിട്ടാ മതി, മിന്നി കയറിക്കോ. ഓ ഉമിക്കരി വേണം ഒരു പാക്കറ്റ്. ഗൂഗിൾ പേ ആ നമ്പർ എന്ന് പറഞ്ഞേ. നമ്മുടെ FCRന്റെ പെപ്സിയുടെ. FCR 93870 200 ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോട്ടാ. എപ്പോഴും ഇതിലിട്ടാ മതി. ഉമ്മിക്കരയൊക്കെ ഈ കാലഘട്ടത്തിൽ മേടിക്കോ? നല്ല സെയിലല്ലേ സാറേ? ടിക് ടിക് കേട്ടില്ല. ഞാൻ കേട്ടല്ലോ. അതെന്റെ നെഞ്ചിടിക്കണാണ്. അല്ല ചേട്ടനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്റെ സാറേ, ഈ കച്ചവടം ഒടുക്കത്തെ ടെൻഷനാണ്. ഈ പൊട്ടായി കച്ചവടത്തിനോ? ഈ കടലിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞാണ്ടല്ല മുതലാളി അപ്പ എന്റെ കുത്തിരി പിടിക്കും. ഒരു എണ്ണ എന്താ പേര്? വിഷ്ണു. ഗൂഗിൾ പേ അല്ലേ സാറേ? നമ്പർ നമ്മുടെ FCR. നല്ല ഡിമാൻഡ് കേട്ടോ. 93870 200 200. സേവ് ചെയ്തിട്ടേ. ഈ നമ്പർ തന്നെ എപ്പോഴും ചെയ്യേണ്ടത്. ശരി സാറേ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ മനസ്സുള്ള മനുഷ്യരാ സാറേ. എനിക്ക് ഇത്ര സഹായമൊക്കെ ചെയ്തു തന്നല്ലേ. അപ്പൊ ഞങ്ങളുടെ ഈ ലഹരി വിരുദ്ധ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. 10-60 പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ജനുവരി 1-ാം തീയതി ടൂർ പോകുന്നുണ്ട്. സാറിനെ ഞങ്ങൾ കൊണ്ടുപോകും ടൂർ. എന്നെ കൊണ്ടോണ്ട, ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഞങ്ങൾ 10-60 പേരുണ്ട്. 60 പേരോ? 60 പേരെ ഞാൻ കൊണ്ടുപോകും. 60 പേരെ കൊണ്ടുപോകുക. കൊണ്ടുപോകും. ആ വിസിൽ വർക്ക് ചെയ്യുക. അയ്യോ അടിപൊളി വിസില. ആണോ? നല്ല ശബ്ദം. ആ സാറിനെ മൊത്തം തരും. മൊത്തം എടുത്തോ. കേട്ടോ. ആ ഭയങ്കര സൗണ്ടാ ആണല്ലേ? ഇതെന്നാ സാർ? കോഡ് പറടാ. എന്നാ കോഡ് സാറേ? എന്നാ കറുപ്പ് എന്ന് പറഞ്ഞാൽ കറുപ്പ് തന്നെയാണ്. ബ്രൗൺ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗർ. ഉപ്പ് എന്ന് പറഞ്ഞാൽ MDMA. പിന്നെ ഈ ഉമിക്കിരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹാൻസ്. ഫോൺ എടുക്കടാ. വേണ്ട വേണ്ട, ഈ അക്കൗണ്ട് എടുക്കണ്ട. ഇതിലിട്ടാ പെടും. ഇട്ടോ. ഞാൻ മാത്രം പെട്ടാ പോരല്ലേ, എല്ലാരും പെടട്ടെ. അപ്പോലെ ഈ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ഒരു അജ്ഞാതന്റെ ഫോൺ കോളാണ്. എന്നാലും ആരാണ് അജ്ഞാതൻ? ആരായാലും ആളൊരു ധൈര്യശാലി തന്നെയാണ്. ഞാൻ അന്നേ 100 വട്ടം പറഞ്ഞല്ലേ അജ്ഞാതുണ്ട് അജ്ഞാതുണ്ട്. ഇപ്പൊ എന്തായി? നിങ്ങൾ പറഞ്ഞത് ശരിയാ. നാട്ടിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ഇങ്ങനത്തെ ടീമിനെ പൂട്ടാൻ ഒരു അജ്ഞാതൻ, അതെന്തായാലും നല്ല കാര്യമാണ്. അല്ല എന്നാലും ഞാൻ അതല്ല വിചാരിക്കണേ. ആരാണ് ഈ അജ്ഞാതൻ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല
എന്താ ഇപ്പൊ എല്ലാരും കൂടി ഒരു വട്ടമേശ സമ്മേളനം? അല്ല, എന്താ അപ്പൊ നിങ്ങളൊക്കെ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാല് ലഹരിക്കെതിരായി ആ ടീച്ചറെയും ബാബുവിനെ അറസ്റ്റ് ചെയ്തല്ലോ, അതിന്റെ പിന്നിൽ ഒരു അജ്ഞാതം ഉണ്ടെന്നാ പറയുന്നത്. അത് മാത്രല്ല, ഇന്നാളൊരു കുട്ടീനെ പീഡിപ്പിച്ച് അജ്ഞാതം പിടിച്ചു കൊടുത്തു, കള്ളക്കടത്ത് അജ്ഞാതം പിടിച്ചു കൊടുത്തു. ആരാണ് ഈ അജ്ഞാതൻ? ഈ അജ്ഞാതൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊക്കെ കേരളത്തിന്റെ പ്രശ്നം കഴിയോ? അപ്പൊ നിങ്ങള് കേരളത്തിലല്ലേ? എടോ, ഞാന് വല്ലഭായി, മുത്തിലാല്, തിലകൻ, ഞങ്ങളൊക്കെ ഇന്ത്യയിലല്ലേ? ഇന്ത്യയിൽ തന്നെയല്ലേ കേരളം? നിങ്ങളെ സോഷ്യൽ മീഡിയയിലെ ചിലയിടത്തെ കളി കാണുമ്പോ കേരളം ഇന്ത്യയിലല്ല എനിക്ക് തോന്നലുണ്ട്. അതൊന്നല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതൊന്നല്ല പ്രശ്നം. ഈ അജ്ഞാതൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നം തീരും. നിങ്ങൾക്കറിയും? എന്നാ ഞാൻ ഇനി വല്ലാണ്ട് സസ്പെൻസ് മുന്നോട്ട് കൊണ്ടുപോകില്ല, അതിലർത്ഥമില്ല. എന്നാലേ ഈ അജ്ഞാതം എന്ന് പറഞ്ഞ ആരാണ്? ആരാണ്? അങ്ങോട്ട് വരാനാ? ഞാനാടോ. അജ്ഞാതം നിങ്ങളോ? ഈ ഒറ്റ കൊടുത്തതോ? ഞാനാണിത്. എന്റെ മോനെ കാണാരേട്ടങ്ങളോ? ഏടോ, ബ്രിട്ടീഷുകാരൊരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി വെറുതെ പായിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തൂഫാനാ പ്രശ്നം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിന്, നമ്മളെ നാട്ടിലുള്ള ആരോ ആണ് ഇതിന്റെ പിന്നിൽ നിന്ന്. ഉറപ്പല്ലേ? ഒന്നാര കണാരട്ട നിങ്ങളാന്ന് ഞമ്മക്ക് അറിയില്ല കേട്ടോ. വിളിക്കടാ കണാരട്ടൻ കീ ജയ്. എവിടെ നോക്കിയാലും കണാരൻ 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 കണാരൻ. എന്ത് കണ്ടിട്ടാണ് നാട്ടുകാർ ഇങ്ങനെ അയാളെ പൊന്നിച്ചു നടക്കുന്നത്? ഉഡായിപ്പാണ് ഉഡായിപ്പ്. ഈ എന്താ അങ്ങനെ പറയണേ? ഉടായിപ്പാന്ന്? ഉടായിപ്പ് നല്ല മൂപ്പര്. ഈ സ്പായത്തിലുള്ള അറിയാം, ഇപ്പൊ അടുത്ത് മൂപ്പര് സ്പായിലേക്ക് കയറി പോകണുണ്ടല്ലോ. ഈ എന്നാ മൂപ്പര സ്പായിൽ കയറി പോകുന്നുണ്ട്? കഴിഞ്ഞ മാസം 13-ാം തീയതി. ഈടെ ചങ്ങായി 14-ാം തീയതി ആ സ്പാ അടച്ചു പൂട്ടിച്ചില്ലേ? അത് പൂട്ടിച്ചത് ആരാ? കാണാനായിട്ട് അതിനു വേണ്ടി പോയതല്ലേ? എന്നാലും മൂപ്പര് ഇതിന്റെ ആളാ. ഇത് മൂപ്പര് നമ്മളെ കോട്ടത്തറ ബാറില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കയറി വരുന്നതേ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയോ? 5-6 പ്രാവശ്യം കയറി ഇറങ്ങുന്ന ഈ കണ്ടിട്ടില്ലേ? അപ്പൊ കുറച്ച് മെനക്കെട്ടുണ്ട് മൂപ്പര് അത് പൂട്ടിക്കാൻ. ഏടാ, ആ പാറിന്റെ ഉള്ളിൽ രാത്രിയായി നടക്കുന്ന എന്താ? ഫുള്ള് കഞ്ചാവും മയക്കുമരുന്നും പെണ്ണുങ്ങളും ആണുങ്ങളും ഡാൻസ് ബാറായിട്ട് നടത്തല്ലേ? അത് പൂട്ടിച്ചത് ആരാണ്? കണാരേട്ടനല്ലേ? എന്നാലും മൂപ്പർക്ക് കുറച്ച് ഞരമ്പിന്റെ അസുഖമുണ്ട്. നമ്മുടെ മറ്റേ രമണി ചേച്ചില്ലേ, അവരെ വീടിന്റെ മതിൽ കയറുന്നത് ഞാൻ കണ്ടല്ലോ. ഈ എന്നാ കണ്ട്? പിന്നെ ഞാൻ എടാ ചങ്ങ, ഈ നാട്ടിലൊന്നല്ലേ? ഇന്നലെ ആ രമണീച്ചൻ്റെ മോനെ 2 കിലോ കഞ്ചാവായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത്. അത് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ആരാണ്? കാണാരേട്ടനല്ലേ? അതിന് പോയതാ. ഇതാ പറഞ്ഞത്, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്നുവെച്ചാ ധർമ്മം തോക്കുന്നിടത്ത് കണാരൻ അവതരിക്കുന്നു. കാണാനായിട്ടൊരു സംഭവമല്ലേ? കണാരൻ ആരാണ്? ഓ, ഇതും തീർത്ത് വെച്ചോ? ഒരു കഷ്ടാണ് നോക്കണേ. ഈ ചേക്കൻ ഇത് തിന്നാൽ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചൂടെ? ഇത് കാലം തുടങ്ങിയതാ ഞാൻ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടായി. എന്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടേ ഈ തള്ള ചാവലുണ്ടാവൂല. ഉണ്ണിയേ, എടാ ഉണ്ണിയേ. നിങ്ങള് ഇന്റെ മാത്രമായിരിക്കും നിങ്ങളെന്നെ മറിഞ്ഞാളുണ്ട്, ഇവളൊക്കെ എന്നെ മറിയുന്നുണ്ട്. അവിടെ നാളെ പോയിരുത്തോ, അവിടെ ഇരുന്നോളി. ഞാൻ ഒറ്റക്ക് എടുക്കാം. ഞാൻ ഒറ്റക്ക് മതിയില്ല കേട്ടോ, ഒറ്റക്ക് മതി. എടുത്തോ. എന്താണ്ടാ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന ഈ എന്റെ തള്ള ചത്തില്ല, കരഞ്ഞിരിക്കാം അവിടെ. ഇനി ഞാൻ ചത്തും കൂടെ കിടക്കാം. ഞാൻ അങ്ങനെ ചത്തിട്ടേ ഈ സൂക്ഷിച്ച് ജീവിക്കൂല. എന്റെ കലനെ വളരാൻ അനുവദിക്കുമല്ലോ. നിങ്ങളെ ഒരു സാധനം എടുക്കാൻ സമ്മതിക്കൂല. ആ യുവട്ടിനുള്ള പൈസ എടുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല, നിങ്ങൾ മാലി നിർക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല, റീൽസ് എടുക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. ഓ, അന്റെ ഈ റീലും അന്റെ ഈ കൂട്ടുകെട്ടാണ് അന്നെ ഇങ്ങനെ വഷളാക്കുന്നത്. കൂട്ടുകെട്ടിനെ പറയരുത്. ഇവരൊക്കെ ഞാൻ വളർത്തി വലുതാക്കിയ ഒരു പൊസിഷനിൽ ഞാനാക്കിയതാ. ഞാൻ എന്ത് പൊസിഷനിലാണ് ഈ മുളകുടി മാറാത്ത മക്കളെ കൊണ്ടേ എത്തിച്ചേ?
ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കുടുംബശ്രീയിൽ വലിയ പൊസിഷനിലായിരിക്കല്ലോ. ഞാനേ എന്റെ കുടുംബശ്രീയിൽ വലിയ പൊസിഷനിൽ തന്നെ സംശയം പോയി ചോദിക്കണം. നിങ്ങൾ കുടുംബശ്രീയിൽ ഇന്ദിരാഗാന്ധി ആയിരിക്കല്ലോ. ആണടാ, അന്ത് സംശയം കാര്യത്തില് ഉണ്ടോ? അടുപ്പിലൂത്തുന്ന ഇന്ദിരാഗാന്ധി അല്ലേ? ഞാനങ്ങനെ അടുപ്പിൽ ഊതുന്നതിനെ കൊണ്ട് എന്റെ മോന്റെ പള്ള അങ്ങനെ ഉന്തി നിക്കുന്നേ. ബോഡി ഷേവിംഗ് ചെയ്യുന്നോ? അത് ശരി, നല്ല ആളാണല്ലോ നിങ്ങള്. നിങ്ങളെ ഒരു പൊടിക്ക് ഇറങ്ങിക്കോട്ടോ. കിട്ടിയാ? ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ചോദിച്ചു വാങ്ങ എന്നോട് അങ്ങനെ കിട്ടിയാ? ഇല്ല, നിങ്ങളല്ലേ കട്ട് പറഞ്ഞത്. എന്താ വൈറലാവേണ്ട ഒരു സാധനം എടുത്തില്ലാന്ന് പറയുമ്പോ മാസം പൈസ എണ്ണി തരല്ലേ ചങ്ങ എനിക്ക്? കേട്ടായിരിക്കും നിങ്ങളെങ്കിൽ ലക്ഷങ്ങൾ എണ്ണി തരലേന്ന്. എടാ അന്നേന്നല്ലോ എനിക്ക് ഇഷ്ടംപോലെ ക്യാമറമാരെ കിട്ടാനുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒലക്കമേല പരിപാടിക്ക് സ്പിൽബർഗ് വരികയാണല്ലോ. നിങ്ങളൊക്കെ വലിയ ആൾക്കാരെ ആരെങ്കിലും നിർത്തിരോ? നല്ല കുട്ടികളല്ലേ മോളെ എങ്കിലും. പറ്റാത്ത പിന്നെ അമ്മരി പ്രാക്കല്ലേ ഞാൻ പ്രാകര്. വഴിക്കാണ് നീളം കൂടിയോ? ഇത്ര ദൂരം നില്ല എന്റെ മുപ്പരാടേക്ക്. ഉണ്ണിയെ ഈ കണാരേട്ട കാര്യം അറിഞ്ഞോ? കാര്യത്തിൽ പറ്റിണ്ടോ? അല്ല അത് സമ്പത് എന്താണ് പറ്റിണ്ടോ? തിരക്കിട്ട് പോയി നോക്കണേ. എന്തേലും കാര്യം ഉണ്ടായാ മതി. അതൊക്കെ പറ്റിയെന്ന് കേട്ടാ മതി. വേഗം വാ, ചെന്നിട്ട് വേണം സ്കൂളിൽ പോവാൻ. ഏട്ടാ, നിങ്ങള് റീലൊക്കെ ചെയ്യുന്ന ആളല്ലേ? അല്ല പിന്നെ കീല് ചെയ്യുന്ന ആളാ? ഇത്ര റീൽ ചെയ്തിട്ട് പിന്നെ സെൽഫ് പ്രൊമോഷൻ ചെയ്യണം. പിന്നെ മില്യൻ അടിച്ച റീൽ ഞാൻ കണ്ടിന്. ഏത് ചാണകയിൽ വീണതാ? അതല്ല, കുറ്റിച്ചൂലൊരു തമ്മനെ തല്ലിയതാ? അതും അല്ലെന്ന്, മറ്റേ 22 മില്യൺ അടിച്ചേ. ആള് പോറ് പോലീസിനെ തല്ലി. അതെ, സംഭവം സൂപ്പർ ആയിട്ടോ. അതിലൊരു മെസ്സേജ് ഉണ്ട്. ഒരു മെസ്സേജ് ഞാൻ അതിലിട്ടാ. ഒരു മെസ്സേജ് ഞാൻ അതിലിട്ടെന്ന് പറയാ. അല്ല, അതിനുശേഷം നിങ്ങളെ റീലൊന്നും കണ്ടില്ല? അതിനുശേഷം ഞാൻ ചെയ്യാൻ ശ്രമിച്ച്, പക്ഷേ ജയിലിനുള്ളിൽ റീല് പറ്റില്ലാന്നു. ഈ പൊടിച്ചിനൊക്കെ റീൽ ചെയ്യണ്ടല്ലോ. എടാ ഭരണം മാറി ചങ്ങായി, അതൊന്നും എനിക്ക് അറിഞ്ഞില്ല. നോട്ടെ ഫോട്ടോ രണ്ടെല്ലാം ഫോട്ടോ ആണോ? ഒരാള് കൊഴിഞ്ഞിറക്കണത് കാണാൻ പോവാണ്. എടുത്തോ. ഞാൻ കൊടുക്കുന്നില്ലടാ, ഇങ്ങോട്ടുണ്ടാ. അല്ലേട്ടാ, അപ്പൊ ഉണ്ണിമോള് കുടുങ്ങിയില്ല. ഈ ഉണ്ണിമോൻ കൊടുക്കണ്ടേ? അത് മതി. നീ ഇങ്ങനെ സെൽഫി എടുത്ത് നടന്നോ? കണാറിനാട് സോഷ്യൽ മീഡിയ കത്തിക്കുക. പുലി മാന്തിയ ഒരാള്. നിങ്ങളെ പണി നോക്കി നിങ്ങളറിയാം ഇന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിണ്ടാപ്പൂച്ച കല കുറയ്ക്കും എന്ന് നാം കേട്ടിട്ടുണ്ട്. ഇന്ന് ലോകം തിരയുന്ന ആ വൈറൽ താരത്തെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന ആ വലിയ മനുഷ്യൻ. ഒറ്റ പേര് കണാരേട്ടൻ. കണാരജി നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. ജി അല്ല ജെ, ജാലിയൻ കണാരൻ. ഇപ്പം കുറെ ആൾക്കാരെ ചുരുക്കിയിട്ട് ജെ കെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് നോക്കണ്ട. ഇപ്പൊ ജെ കെ എന്നാണോ അറിയപ്പെടുന്നത് ഇപ്പൊ? ജെ കെ എന്ന് പറഞ്ഞാൽ ജാലിയൻ കണാരൻ, അതിന്റെ ഷോർട്ടാണല്ലോ ജെ കെ. ഈ തൂഫാൻ പിടിച്ചു കൊടുത്താല് ഈ പാരിതോഷികം കിട്ടുമല്ലോ. അങ്ങനെ കണാരേട്ടൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പാരിതോഷികം? അങ്ങനെ ഇപ്പൊ ഞാൻ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ യൂസഫ് അലിനെക്കാട്ടും വലിയ വിലല്ലേ ഇപ്പോ. യൂസഫ് അലിയായിട്ട് പരിചയമുണ്ട്? യൂസഫിനെ പരിചയമുണ്ട്, മൂപ്പരന്നെ ആസിഫ് അലീനെ പരിചയമുണ്ട്, ആയിഷാബിനെ പരിചയമുണ്ട്, എല്ലാരും എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഈ ലുലുമാളിന് പേരിട്ട ഞാനാണല്ലോ. കണാരേട്ടനാണോ? ലുലുമാളിന് പേരിട്ട ഞാനാ. അങ്ങനെ ഒരു ദിവസം ഉണ്ട്, ഞാൻ രാവിലെ യൂസഫിൻ്റെ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരുന്നു. കണാരേട്ട ഞാൻ അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട്, ചെറിയൊരു സംരംഭം തുടങ്ങുന്നുണ്ട്, അതിനൊരു പേരില്ല, ഞങ്ങളൊരു പേരിടണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മോന് ഇടാൻ വെച്ചൊരു പേരുണ്ടായിരുന്നു, ലാലു. ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, ഈ ലാലു എന്ന് മാറ്റി ചെറിയ സംരംഭമാണല്ലോ, അതിനോട് ലാലു എന്ന് ഒഴിവാക്കിയിട്ട് ലുലു എന്ന് ഇട്ടോന്നു. അങ്ങനെ ആ ലുലുമാളുണ്ടായിരുന്നു. മോൻ എന്തോ പേരെ ഇട്ടേ? അയ്യോ, എനിക്ക് കുട്ടികളില്ലല്ലോ. കണാരേട്ടൻ കുട്ടികളില്ലേ? എനിക്കറിയാൻ നേരമുള്ളത് എൻ്റെ യാത്ര, ഉപ്പ് സത്യാഗ്രഹം, വാഗൻ ട്രാജഡി,
പല പരിപാടിയിൽ പങ്കെടുത്തിട്ട് പുരയിലെത്താൻ നേരം വേണ്ടേ. എന്നാലും കുട്ടികൾ വേണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടില്ല? ആഗ്രഹം ഇനിയിപ്പോൾ വയസ്സാം കാലത്ത് എഴുതാ കുട്ടികളുണ്ടാവുക. ഞാൻ വയസ്സാം കാലത്തൊന്നും അടങ്ങി വീട്ടിലിരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ തൂഫാനിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. കണാരേട്ടൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നു. ഈ യാത്രയിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിച്ചു, എന്തോ തൂഫാനിലേക്ക് അല്ലെ ലഹരിയിലേക്ക്? ലഹരി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ഒരു ലഹരിയാണല്ലോ. ലഹരിയോ? കണാരേട്ടൻ ഈ ലഹരി എന്ന് പറഞ്ഞത് വ്യക്തമായില്ലല്ലോ. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടേ ലഹരി പിടിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ പിടിച്ചു. ഗാന്ധിജിക്കും നെഹ്റുവിനൊക്കെ അറിയാലോ. ഒരു ദിവസം ഞാൻ ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട പല സംഗതികളും ചെയ്യലുണ്ട്. ഒരു ദിവസം ഞാൻ എനിക്ക് വന്നൊരു കിടന്നുറങ്ങാൻ വീട്ടിൽ ഒരു 10-12 മണിയായി ഉണ്ടാവും. പെട്ടെന്ന് ഒരു ഫോണ്, ഞാൻ ഫോൺ എടുത്തപ്പോൾ ഗാന്ധിജി അപ്പം മൂപ്പ എന്നോട് പറയുകയാണേ, നാളെ നമ്മൾ ഉപ്പ് സത്യാഗ്രഹം തുടങ്ങാൻ പോവുകയാണ്, ഉപ്പ് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഒരു 500 കണ്ട് അയച്ചു കൊടുക്കുന്നു. 500? 500. എന്നാൽ ഗൂഗിൾ പേ ഉണ്ടോ? അല്ല, ഗൂഗിൾ പേ അല്ല, ഒരു 500 രൂപ ആയിട്ട് ഒരാളങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവിടെ നിന്ന് തപ്പി വെക്കുന്നു. മൂപ്പനോട് പറയാണ്, ഞാൻ ഇവിടെയൊക്കെ തപ്പി പഞ്ചസാര മാത്രമേ കാണാറുള്ളൂ. നമ്മൾ ഉപ്പ് സത്യാഗ്രഹം അനൗൺസ് ചെയ്തിട്ട് പഞ്ചസാര സത്യാഗ്രഹം ചെയ്യുന്നത് ശരിയാണോ, തുടക്കത്തിലെ ഒരു കല്ലുകടി വേണോന്ന്. 500 കൊടുത്തയച്ചോ? 500 ഞാൻ അപ്പം തന്നെ കൊടുത്തയച്ചു. അപ്പം മൂപ്പനോട് 500 ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തരട്ടോന്ന്. തന്നോ? എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ പൈസ കിട്ടിയില്ല. ഞാൻ അങ്ങനെ എത്ര ആൾക്കാർക്ക് പൈസ കടം കൊടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് പൈസ വാങ്ങി ഒരൊറ്റ കുട്ടികളും എനിക്ക് തിരിച്ചു തന്നില്ല. എന്താണ് എന്റെ പേര്? എന്താണ് നിന്റെ പേര്? ജയേന്ദ്രൻ. വട്ടപ്പേരാടാ. ജയേന്ദ്രൻ. നിന്റെ ഫേസ്ബുക്കിലെ പേജ് പറയാനാ പറഞ്ഞത്. സാറിന്റെ FB പോസ്റ്റിൽ കമന്റോ? ഞാനോ? വേറെ ആരെങ്കിലും ഇവിടെ ഇടലുണ്ടോ? വേറെ അങ്ങനത്തെ ആൾക്കാരില്ല. നീ എത്ര പോസ്റ്റ് ഇടൂടാ? ഞാൻ എപ്പോഴെങ്കിലും 2 എണ്ണോ, അത്രേ ഉള്ളൂ. എത്ര പോസ്റ്റ് ഇടാറെന്ന് ചോദിച്ചോ? 2. ആ. ഞാനിടലുണ്ട്. കമന്റ് ഇടലാണ് എന്റെ മെയിൻ പണി. ഞാൻ നീക്കണാ കമന്റ് ഇടാനാ. ഈ പെരുന്നാളിന് മാസം കാണാനില്ല, സാറെ ഫോട്ടോ എപ്പം കാണണം അപ്പം ഞാൻ കമന്റ് ഇടും. വെരി 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 ഗുഡ്. ഒരു 10 രൂപ കൂടുതൽ കൊടുക്കാനേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടലുണ്ട് കമന്റ്. അയാൾക്കും കൊടുക്കും. സാറേ, മൂപ്പർക്ക് കുത്തണ ഫോണാണ്, എങ്ങനെയാ കമന്റ് ഇടുക? സാറേ, ആ കുത്തണ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് അമേരിക്കയുള്ള എൻ്റെ മോനും മോളും കമന്റ് ഇടുന്നത്. എന്നാ കമന്റ് സാറേ? കുറച്ച് കൂട്ടിക്കെടുക്കല്ലേ? സാറേ, പൈസ കിട്ടാൻ വേണ്ടി പറയല്ല, പൈസ വേണ്ട. എൻ്റെ ബെൽജിയത്തിലൊരു മാമുണ്ട്, കമന്റ് ചെങ്ങാനാ കമന്റ് ഇടും. പക്ഷെ അവളുടെ അവസ്ഥ കുറച്ച് മോശം, ദാരിദ്ര്യമൊക്കെയാണ്. ഇങ്ങോട്ട് വരാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ സാറെ ഫോട്ടോ കണ്ട അപ്പം കമന്റ് ഇടും. ബാഡ് കമന്റ് സ്പെഷ്യലിസ്റ്റാ മൂപ്പര്, അടിപൊളിയാ. പൈസക്ക് വേണ്ടി പറഞ്ഞല്ലേ? പൈസക്ക് നിങ്ങളെ മോളും ഒരു അമേരിക്ക പോയി വന്നുപോയി. പൈസക്ക് വേണ്ടി പറഞ്ഞല്ലേ? പൈസക്കല്ല കേട്ടോ, മാമ പാവാണ്. ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചില്ല. ഓന് കൊടുക്കട്ടെ സാറേ, ഓന് ഫോണില്ല. ഓനും കൊടുക്കൊരു 10,000. 10,000 കൊണ്ട് നീ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് നീ എനിക്ക് കമന്റ് ഇട്. അവിടെ എന്താ ഒരു ചർച്ചപ്പോ? അല്ല, തന്ന പൈസ ഇപ്പൊ തിരിച്ചു വാങ്ങുമോ? അത് ഇവിടെ ചെലവായി പോയി പറഞ്ഞാൽ മതി. അതെ,
ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും കമന്റ് ഇട്ടവർ ഇവിടെ വന്ന ഒരു കുറവും വരുത്തരുത്. 5 ലക്ഷം രൂപയുണ്ട്, ഏൽച്ചെടുത്തോളാം പറ. അപ്പൊ എല്ലാം കോംപ്രമൈസ് അല്ലേ? അല്ലൊരു മൂപ്പർക്ക് ഭ്രാന്തായതാണോ ഉമ്പക്ക് ഭ്രാന്തായതാണോ? മൂപ്പര് വരുമാനത്തിന്റെ 1% ആ ഉമ്പക്ക് തരിക. നമ്മൾ എന്ത് വരുമാനം മൂപ്പർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? എടോ മുമ്പ് ഓരോ കമന്റ് ഇടില്ലേ, ആ കമന്റ് ആണ് മൂപ്പര വരുമാനം. അത് നോക്ക്. മാവേലിയ നിങ്ങളെന്താ മനുഷ്യനെ പേടിപ്പിക്കണേ? ഈ കണാറിനെ ചവിട്ടി ചവിട്ടി കഴിഞ്ഞാലുണ്ടല്ലോ വാമനം ചവിട്ടി പോലെ ഇരിക്കൂല. പാതാളം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും, പിന്നെ ഭൂമിയിലേക്ക് വരലുണ്ടാവില്ല. കണാരൻ ഒരു ഹൊറർ മൂഡിലായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതിനൊരു വൈബ് പിടിച്ചെന്നേ ഉള്ളൂ. ഓ, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി. പിന്നെ എന്തൊക്കെയുണ്ട് കണാര വിശേഷം? എന്ത് വിശേഷം? എല്ലാ കൊല്ലത്തും പോലെയും 2026 ഞാൻ വൈറലായി, ഒരു അജ്ഞാതം കാരണം. അപ്പോൾ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളുടെ ക്രെഡിറ്റ് ഒക്കെ കണാരൻ ഏറ്റെടുത്തല്ലേ? അപ്പൊ നിങ്ങളെ അജ്ഞാതേ? അതിപ്പോ ഞാൻ ചെയ്താൽ നിങ്ങൾ ചെയ്താലൊക്കെ ഒരേ മാതിരി തന്നെയാണല്ലോ. ഞാൻ ഏറ്റെടുത്തില്ല, ഏതോ ഒരു തണ്ടി ഏറ്റെടുക്കും. ഞാൻ ഏറ്റെടുക്കുമ്പോ ജനങ്ങൾക്ക് വിശ്വാസത ഉണ്ടാവുമല്ലോ, അതാ ഞാൻ ഏറ്റെടുത്തേ. അല്ല, ഞാൻ എപ്പോഴാ ശ്രദ്ധിച്ചേ, ഒന്നുകൂടി ചെറുതായിണ്ടല്ലോ. എനിക്ക് പ്രായമാവില്ലല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ, നിങ്ങൾ ഒന്നുകൂടി ഐറ്റ് കുറഞ്ഞല്ലോ എന്ന്. എന്നെ ചവിട്ടി താഴ്ത്തിയല്ലേ, അലിച്ചു നീട്ടിയതല്ലോ. ശരിയാണല്ലോ, അന്നൊരൊറ്റ വിളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലേ? പിന്നെ തിരുമേനിന്റെ മുഖത്ത് ജെറ്റ് ലാഗിന്റെ നല്ലൊരു ക്ഷീണം കാണാണ്ട് പോയി കിടന്നുറങ്ങിക്കോളി. നാളെ നമുക്ക് ലൈവായിട്ട് സംസാരിക്കാം. ഞാൻ അതൊന്ന് കണ്ടു തീർക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രിയമുള്ള കണാരൻ ഫാൻസ്, കണാരേട്ട എന്തിനാ ഇപ്പൊ ലൈവിൽ വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പ്രത്യേക സംഭവം നിങ്ങളെല്ലാരും ഞെട്ടിക്കാൻ പോവാണ്. ഈ ഓണം കണാരേട്ടൻ തൂക്കി മക്കളെ തൂക്കി. എന്താണ് സംഭവം കാണണോ? ദാ ഞെട്ടാൻ പോവാണ്, ഞെട്ടാൻ റെഡി ആയിക്കോളൂ. ദാ കണ്ടോ, കണ്ടോ? ആരാണിത്? ഇത് വേഷം കെട്ടി ഇരുത്തിയല്ല, ഇത് വട്ടായെന്നോ? വട്ട എന്റെ തന്തയ്ക്ക്. കിളി പോയതോ? കിളീനെ പരം പോയത് എന്റെ അമ്മയാണോ? നോക്കടാ, കണ്ണ് തുറന്ന് നോക്ക്. കണാരേട്ടന്റെ പോലെ കുത്തിരുന്ന് ആരാ പഴം തിന്ന് നോക്ക്. ദാ കണ്ടോ? പഴം എന്താ ആടുന്നോ? എടാ, പഴം ആടല്ല, പഴം തിന്നുക. നോക്ക്, ശരിക്കും നോക്ക്. വേഷം കെട്ടിയതല്ലടാ, ഒറിജിനലാണിത്. ഇത് നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. ആരാണ്? എന്താ പറ്റിയേ? ചെക്കന്മാരൊക്കെ പോയതിനു ശേഷം എഡിറ്റിങ്ങിന് ആളില്ലാണ്ടായി, ആകെ പെട്ടത്. ഒരു കഷ്ടം. എന്താന്ന് നിങ്ങളെ വെറുപ്പിക്കണോ? ചെക്കന്മാരെ പോയി ലൈഫ് സെറ്റ് ചെയ്യട്ടെ ഞാൻ.
ഇജിതോ നോക്കുമ്പോ കാണാനായിട്ടാ ഫോട്ടോ അയാൾ എങ്ങോട്ടാ പോയിക്കോട്ടെ എനിക്കറിയില്ല. എടാ ഇതടാ ഒറ്റക്കിരുന്ന് അയാൾ എന്തൊക്കെയോ പറയുന്ന ആ നല്ല മൂത്തുണ്ടല്ലോ. കണ്ടാൽ ചിരിച്ച് ചാവും ഞാൻ. വയസ്സ് കുറെ ഉണ്ടാവില്ലേ? അതിനകത്തൊന്നും ഇല്ലടാ. അതിനകത്തൊന്നും ഇല്ലാന്നോ? എന്റെ അച്ഛൻ വരെ കാണാനായിട്ടാ വിളിക്കുക. ഇപ്പോഴെങ്കിലും അത്തം പുത്തി ആയല്ലോ. ഒരു ഹായ് ഹായ്. എന്താ കാണാനാ നീ കാണിക്കണേ? അയ്യയ്യയ്യേ, ശരിക്കും നിനക്ക് വട്ടായ. ഞാൻ എങ്ങനെയാ തിരുപ്പേരിയോട് നന്ദി പറയേണ്ടതെന്ന് ആലോചിക്കണേ. വെറുതെ ചില ന്യൂ ജനറേഷൻ ചെക്കന്മാർക്ക് ഇന്ന ചെറിയൊരു പുച്ഛുണ്ട്. ഇതോടുകൂടി എനിക്ക് മില്യൺ ഫോളോവേഴ്സാ വരാൻ പോണേ. പാതാളത്തിൽ ലൈവ് ഇല്ലല്ലോ. എന്റെ കണാര, ഈ ഭൂമി മലയാളത്തില് നിനക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. ഓ എന്റെ തിരുമേനി, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ജീവിതത്തിൽ ഇതുവരെ ഒരു നുണ പോലും പറയാത്തൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഞാൻ ഇനിയിപ്പോ നുണ പറഞ്ഞ എന്റെ ഫോളോവേഴ്സ് മൊത്തം പോകില്ല. ലക്ഷങ്ങളാണ് ഇനിയിപ്പോ നഷ്ടപ്പെടാൻ പോണേ എനിക്ക്. ഫോളോവേഴ്സ് കുറഞ്ഞാൽ കൂട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്ത് വഴി? ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് സമരം നടക്കൂലേ, അവിടെ ചെല്ലുക, അതിൽ പങ്കെടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഫോളോവേഴ്സ് കാണില്ലല്ലോ, കൂട്ടിട്ടതായിരിക്കും. സത്യം. ആ ഡിസ്കവറി ചാനൽ ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഓരേക്കും ഞാൻ ആ ഇന്റർവ്യൂ കൊടുത്തു വരാം. ആ വേൾഡ് വൈഡ് ഇരിക്കി കൊടുത്തു വരാം കേട്ടോ. വാട്ട് എ മാൻ. ആരാപ്പത് ഇങ്ങനെ? ആ നട പറഞ്ഞോ. അയ്യോ, എന്തേടാ എനിക്ക് വേണ്ടേ? ഈ എന്തേലും ഇങ്ങനെ ബെല്ലടിക്കണേ? വരി വരി വരി, ഇറങ്ങി 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 ഇറങ്ങി. ഇങ്ങോട്ട് എന്റെ അച്ഛനെ ഇറക്കിയോ? ഷർട്ട് ഇട്ട് ഇറക്കി ഒന്ന് പുറത്തു പോയാ. എങ്ങോട്ട് പോ? ഞാൻ ഷർട്ട് ഇട്ടിട്ടാ നിക്കണേ. ഇഞ്ഞേട്ടാ ഇടണ്ടേ? നല്ല ഡോക്ടർമാരെ കാണിക്കാന്ന്. വരി, ഷർട്ട് ഇട്ട് ഇറങ്ങി. എന്തിന്? നിങ്ങൾ എന്തൊക്കെയാന്ന് വിളിച്ചു പറയണേ? ഞാൻ എന്റെ പോലെ എന്താ വിളിച്ച പോലാണ്? അതിന് അനക്കെന്താ? ഇത് നിങ്ങളെ പോലെയായിരിക്കും, പക്ഷെ നിങ്ങൾ നിക്കണ സോഷ്യൽ മീഡിയയിലാണ്. അവിടെ നിക്കണ മാന്യന്മാരിൽ ഒരാളാണ് ഞാൻ. ഓ ഒരു മാന്യ. നിങ്ങൾ ഇറങ്ങി നിങ്ങട്ട്? എടാ എനിക്ക് ഇറങ്ങാൻ പറ്റൂല, തിങ്കളാഴ്ച വ്രതത്തിലാ ഞാൻ. വെള്ളിയാഴ്ച തിങ്കളാഴ്ച വ്രതം നിങ്ങൾ പൊട്ടും പൊടി ഒഴിവാക്കി. എടാ ഒരിക്കലാണ് എനിക്ക്. ഒരിക്കലോ? ആ എന്താ? ഒരു പ്രാവശ്യമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ഇറങ്ങി. ഞാൻ രാവിലെ ഇറങ്ങിപ്പോയി, ഇനി ഇറങ്ങാൻ പറ്റൂല. ഒരിക്കലും ഇരിക്കലെ കിടക്കല എന്താ ചെയ്തോളി. മര്യാദയ്ക്ക് ഷർട്ട് ഇട്ട് ഇറങ്ങി തന്തേ. ഇജ്ജ് നോക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കണ ഞാൻ. എന്താണത്? എന്തേ? ഓ ശരി, അങ്ങനെയൊക്കെ ഇപ്പൊ കാര്യങ്ങളല്ലേ? ഈ എന്തൊക്കെയാടാ പറയണേ? ഏതാന്ന് പെണ്ണിന്റെ ചെരുപ്പ്? ഓളിങ്ങോട്ട് ഇറക്കിക്കോളിങ്ങള്. ചെരുപ്പാ? ഇതാണിത്. ഏത് ചെരുപ്പ്? നിങ്ങളെ പ്രായം കഴിഞ്ഞാ ഞാനും ഇവിടെ എത്തിയേ. എന്താണ് എനിക്ക് വേണ്ടേ? തകരാറുണ്ട് ഈ കുതിരട്ടത്തി പൊങ്ങട്ടല്ല പാഞ്ഞു തരില്ലേ? ഏത് ചെരുപ്പാ ഈ പറയണേ? അപ്പത്തേക്ക് മാറ്റി അല്ല കൺകെട്ടും മറുമായൊക്കെ പഠിച്ചു വന്നിക്ക മൂപ്പര്. അല്ല ആര്? അതാരാണ്? അത് ഞാൻ. അത് നിങ്ങൾ പുറത്തു നിങ്ങളോ? എടാ ഇന്നെ ഒരേ സമയത്ത് 6 സ്ഥലത്തൊക്കെ കണ്ട ആൾക്കാരുണ്ട്. ഓ നിങ്ങൾ അറുമുഖനാണല്ലോ. അറുമുഖം തന്നെയാ. എങ്ങോട്ട് മാറാനായിട്ട് എനിക്കത് നിന്റെ പോരേല്. അതാരാ നോക്കട്ടെ. അതാരും ഇല്ല. എങ്ങോട്ടാണ്? എന്താ ഈ ഉദ്ദേശിക്കണേ? ആരോട് ഇറങ്ങേ? ആരോട് നോക്ക്. ശരിയാ, പുറത്താ വലിയ പെണ്ണുങ്ങളെ. എന്ത് പുറത്തെ ചെരിപ്പാരുടെ മര്യ. ഏടാ അത് ഗാന്ധിജിന്റെ മെതിയടിയാടോ. അത് ഇവിടെ അയച്ചിട്ട് പോയിക്കാ. അത് ഒരു ആഴ്ചയെ കാണാൻ പറ്റുള്ളൂ. കാണൂല. അതങ്ങനെ ഞാൻ കാണും. കണ്ടുപിടിച്ചേ വിട്ടുള്ളൂ. എന്ത് നോക്കി ഒരു കാര്യം മനസ്സിലാക്കിയോ? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിന്റെ വീട്ടിൽ വന്നിട്ടാണ് എന്റെ തോന്നിയാസം നടത്തുന്നത്. ഞാൻ ഒന്നും ഞൊടിച്ചാണ്ടല്ലോ ജീവിതകാലം മുഴുവൻ അകത്താ. ഞാൻ ഒന്നും ഒടിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നിങ്ങൾ ഈഞ്ചാത്താ. നിങ്ങൾ മനസ്സിലായിക്കോളെ. എന്ത്
ഇത്ര നീളമുള്ള മുടി ഏത് പെണ്ണിൻ്റെത്? ഇത് മുടിയല്ലടോ, ഇത് ഞങ്ങൾ ചർക്കയിൽ ഞാനും ഗാന്ധിജിയൊക്കെ ഉപയോഗിച്ച നൂലാണിത്. ചക്കയിൽ ജമുണിയല്ലേ? ചക്കയിലല്ലോ, ചർക്കയില്. എന്താ അവിടെ പരിപാടി? സത്യമായിട്ട് പറഞ്ഞോളൂ. എന്താ നോക്കി ഗാന്ധിജിന്റെ നെഹ്റുവിന്റെ വീട്ടിൽ ചെന്നിട്ട് തോന്നിയ ദിവസം കാണിക്കോ? കള്ളത്തരം പറഞ്ഞാല് ഇറങ്ങടാ, ഇറങ്ങി എന്റെ പൊരേന്ന് പുറത്തിറങ്ങി. ഞാൻ അയ്യ പറഞ്ഞിറക്കി മുട്ടുകാലം മടക്കിയിട്ടൊന്നും തന്നിട്ടുണ്ടല്ലോ. ഏടാ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിന്റെ വീട്ടിൽ അങ്ങനെ പല മണങ്ങളും ഉണ്ടാവും. നിങ്ങൾ അത്ര ചോടക്കാരനല്ല, സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ അല്ലേ? ഇപ്പൊ ഒരു ചന്ദനത്തിന്റെ മണല്ലേ? അത് ഇന്നെയാ. ഇത് ധന്യന്തര കോയമ്പട്ട് കുളിക്കണങ്ങളെയാ. ഈ നോക്കി എന്നെ കൊണ്ട് പറപ്പിക്കാണ് പുറത്തിറങ്ങി. അത് ഞാൻ കാലാകാലം അങ്ങനെ തന്നെയല്ലേ. ഇറങ്ങി എന്ത് കാണിക്കാൻ എന്നെ ആനൂര് പോലത്തെ ചെക്ക ചെലക്കിന് ഞാൻ പോവാണ്. ഈ വിടണ്ട, ആ കുട്ടി വാ. എടാ ഒതുങ്ങി കേട്ടോ, ആളെ മക്കാറാക്കണോ? വയസ്സായിട്ട് കൂക്കളിച്ച് കുട്ടികളായി കളിക്കുക. ഒരു മൂർഖൻ പാപ്പിനെ നോവിച്ച് വിട്ട കേട്ടോ. നീ എപ്പോഴും പറയണ്ടല്ലോ ആരാണ് ആരാണെന്ന്. ഞാൻ ആരാൾക്ക് കാണിച്ചു തരടാ. തിരുമേനി ആകെ കുഴപ്പമായി. ആ ചെക്കനെ വെല്ലു വിളിച്ചിട്ടാ പോയത്. ഞാനേ ഈ വീട്ടിലേതോ പെണ്ണിനെ ഒളിപ്പിച്ചിട്ടുണ്ട് അവൻ പറയുന്നേ. കഷ്ടകാലത്തിന് തിരുമേനിട്ടൊരു മുടി ഓണി കിട്ടും ചെയ്ത്. ഇവൻ ഇതെങ്ങാനും നാട്ടുകാരെടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാർ മൊത്തം എന്നെ തെറ്റിദ്ധരിക്കും. ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ ഇമേജും പോകും. അതിനോട് തിരുമേനി എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം. ആ ചെക്കനാണ് ചെറിയൊരു തകരാറുണ്ട്. ഈ തകരാറില്ലാത്ത ഒരു കൂട്ടുകാരും കാണാറുണ്ട്. തിരുമേനി തമാശ ഒഴിവാക്കി. ഞാൻ കാണാറിന് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? തിരുമേനി ആ ചെക്കനും കൂടി ഈ രൂപം ഒന്ന് കാണിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. വേണോ? അത് വേണം. എങ്കിൽ വിളിക്ക്. എന്റെ ദിവ്യശക്തി കൊണ്ട്. അയ്യോ, തകരാറൊന്നും മാറ്റണ്ട. വിളിക്ക്. വിളിക്കാൻ കാണിച്ചു കൊടുക്കാം. വെരി വെരി. നിങ്ങളെ ഇതിൽ മാന്യായ കാണാറില്ലേ? ഓന്റെ വിശ്വരൂപം എന്താ അറിയോ? എടുക്കൂല. കട്ടാക്ക കണാരെ നിങ്ങളൊക്കെ വലിയ ആളാണ്. ഇവൻ ചെയ്ത പണി എന്താ ചെക്കനോടുള്ള വാശിക്ക കട്ടായിക്കാണ്. വീട്ടിൽ ചെയ്ത പണി എന്താ? ഇവന്റെ വീട്ടിൽ ഫോൺ എടുക്കടോ. അല്ല, എന്നെ വിളിക്കണ്ട, എടുക്കൂല. എനക്കിപ്പ എന്താ വേണ്ടേ? എന്റെ പുരയുള്ള ആളെ കാണല്ലേ? അതേ ഉള്ളൂ. എന്നാ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ആയിക്കോട്ടെ, ശരി. ഞാൻ പോരെ. എന്താ സംഭവം? നിങ്ങളൊക്കെ എന്താ ഇവിടെ പോയില്ല? കണാറിന്റെ വിശ്വരൂപം കാണിച്ചു തരാന്ന്. കമലാസിനല്ലേ വിശ്വരൂപം? തരയും കുതിര വർത്താനം പറയാം. ഈ എന്താ കണാറിന്റെ കാര്യങ്ങൾ ഇന്ന് പൊട്ടിച്ച കണാരൻ നല്ലൊരാളല്ലേ? നല്ലൊരാളായിട്ട് വീട്ടിലുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. കണാരൻ നല്ല ആളാന്ന് അവിടെ നിന്ന് പറഞ്ഞാ പറയണോ? ഒരാളെ നെറ്റി വെക്കാൻ വേണ്ടി പണി ലീവാക്കി പോന്നിക്ക. എന്താ പണിക്ക് പോയി ജീവിച്ചോളി മക്കളെ. ഞാൻ ചായപ്പേടെ പോയിട്ട് ഇങ്ങോട്ട് വാങ്ങിയാ എപ്പോഴും തുറക്കാൻ പോയായിരുന്നു. നിങ്ങൾ ഒറ്റ കാരണം 1 കിലോമീറ്റർ ഞാൻ എവിടെ എത്തിയത്? അതൊരു പണിയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യം. വന്നോ? അല്ല, ഞാൻ ഒളിപ്പിച്ച ആളെ കണ്ടെനിക്ക്. നാവാ പടിയിരി. ഇവിടെ ഇരിക്കി. എന്തേ പെണ്ണ് കാണാൻ വന്ന മാതിരി നാണോ? ആദ്യമായിട്ട് അങ്ങനെ ഇപ്പൊ കാണാൻ നിർബന്ധാണ്. സമ്മതിക്കാണെങ്കിൽ അങ്ങനെ ഒന്നും അങ്ങോട്ട് കാണാൻ പറ്റൂല. ചോറില്ലാന്ന് പറയുന്നത് ചോറൊന്നല്ല, നല്ല സദ്യ.
എന്തും കഴിക്കും. ഞാൻ സദ്യത വിളമ്പിച്ച് ഞാൻ നോക്കിയോ. ഇതാ കണ്ണാർ നോക്ക്. അല്ല മാവേലിയെ, നിങ്ങളിപ്പോ എന്തേ ഓനെ കാണിച്ചേ? നീ കാണേണ്ടത് നീ കണ്ട്, അവൻ കാണേണ്ടത് അവൻ കണ്ട്. അല്ല തുടങ്ങ ഈ തലേന്റെ മുകളിൽ ഒരു നേരമുണ്ട്, ഒരു നേരം ഉറങ്ങി, ഒരു നേരം കഴിച്ചുടത്തൊഴുങ്ങിയതിന് ശേഷം വീടിന്റെ വടക്ക് ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ച് ധ്യാനത്തിൽ ഏർപ്പെടുക. അമ്മ തന്നെ എന്താ ചെയ്യണ്ടേ? അതൊന്നും കഴിഞ്ഞ ആവശ്യമില്ല. കല്യാണം പെട്ടെന്ന് ശരിയാവൂട്ടോ, അല്ല ശരിയാവൂട്ടോ. കാമ്പർത്തെ ദേവിയെ, എന്റെ പൊന്നുമോൻ എനിക്ക് പഴയ പോലെ തന്നെ തിരിച്ചു തന്നല്ലോ. അല്ലാതെ ഓനിപ്പോ പഴയലും വലിയ തകരാറല്ല ഇപ്പൊ. എന്ത് വർത്താനാണ്ടോ പറയുന്നത്? പണ്ട് വലിയ റീൽസ് ഭ്രാന്ത് അല്ലേനോ? ഇപ്പൊ എന്റെ കുട്ടിയെ ദൈവത്തിന്റെ പാതല, അതിനാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. എടോ ഈ ഏതെങ്കിലും ഒരു ദൈവത്തിൽ ഉറച്ചിക്കടോ. ഇല്ലൊന്നാ. വലിയൊരു ആപത്ത് വരാനുണ്ട് കിട്ടുവോ? ആർക്ക്? ഇതിനെക്കാട്ടും വലിയൊരു ആപത്ത് ഇനി എവിടെ കിട്ടാനാ? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്കും വരൂ ഇത്. എനിക്ക് കയറിയൊന്നൊരു പനി കൂടിയാത് വരിക. ചെറുക്കാട്ട് പുറക്കും. MD അല്ലേ? MD. അല്ല അതിന്റെ കമ്പനിയാ. കമ്പനിയുടെ ബാക്കിന്ന് MDMA ഇതാ. ഞാനോ? ബ്ലേഡോണ്ട് വരച്ച് കുപ്പം പോവാ. അല്ല, വേറെന്തോ ഒരു പരിപാടിയാണ്. 3 നേരമായിട്ട് കഴിക്കുക. ഉപ്പറുണ്ടോ? കാണാൻ അവർക്ക് പവരോ? എന്ത് എന്താ പറയാ? കയ്യെ വാച്ച് കാണിച്ചു കൊടുക്കും. വീട്ടിലെ എടോ ഇത് കയ്യാടോ ചെവിടല്ല. കടലേന് ഇവിടെ കടല് വരി വെട്ടിണ്ടാക്കിയ ഇതിനിതേ മരുന്നുള്ളൂ. ഇപ്പം പറയുന്ന അംഗീകരിച്ചു കൊടുക്കുക. വെളിച്ചപ്പാടായിക്കിനി വേഗം കുറച്ച് കഴിഞ്ഞാൽ വാളെടുത്ത് വെട്ടും പൂട്ടൊക്കെ പൊട്ടിക്കും. ഇങ്ങോട്ട് പോരും.
വെള്ളിക്കസവിൻ പുടവയൊടുത്ത മലയാള പെൺകൊടിമാർ തിരുവാതിര കളിയാടുന്നു. തിരുമേനിയെ വരവേൽക്കാൻ തിരുവാതിരയാടുന്നു. പൊന്നാര്യൻ പാടം കൊയ്തു അന്നേരം പാടി പെണ്ണാൾ പുന്നാരപ്പാട്ടും കേട്ടു കിന്നാരം ചൊല്ലി കാറ്റും. പൊന്നെല്ലിൻ കറ്റമെതിച്ച് പുന്നെല്ലിൻ ചോറു വിളമ്പാ പൊന്നോണ സദ്യയിൽ എന്റെ നാടിന്റെ രുചിയുണ്ട്. അങ്ങനുണ്ട് സുന്ദരികളായ പെൺകുട്ടികളാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ അല്ല ചവിട്ടി താത്തിയത്. അല്ല ഒന്നും അല്ല, അതല്ല ഇങ്ങനത്തെ കാണണമെന്ന്. എന്റെ ഭരണകാലത്ത് സിസ്റ്റത്തിൽ ഓടുന്ന അതേ ഫാമിലി, നല്ല ആചാരം, നല്ല കുടുംബം. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്റെ പൊന്ന് തിരുമേനി, ഈ തറവാട്, ഈ ഊഞ്ഞാൽ, ഈ പെണ്ണുങ്ങളൊന്നും ഇല്ല. എന്താ എല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയോ? ഇതൊക്കെ തിരിച്ചിട്ടാൽ അയ്യേ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ല തിരുമേനി, നമ്മളിപ്പോ കൊല്ലത്തിൽ 10 ദിവസം വരുന്നതേ. നമ്മളോ? നമ്മളല്ല, നിങ്ങള് 10 ദിവസം വരുന്നത് പ്രജകളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മളിങ്ങനെ വീട്ടിലിരിക്കാതെ പ്രജകളെ കാണാൻ വേണ്ടിയായിട്ട് ഇറങ്ങിയാലോ? ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു അദൃശ്യ സന്ദർശനമാണ് നാം ഉദ്ദേശിച്ചത്. എന്റെ തിരുമേനി, കേരളത്തിലെ ജനങ്ങളെ കഥയൊന്നും പറയാത്താണല്ലേ. ഈ ജനങ്ങളൊക്കെ കൂടി ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ ജയിപ്പിച്ചു വിടും. ജയിപ്പിച്ച് വിട്ട് ഇവരൊരു 5 കൊല്ലം ഭരിച്ച് വരുമ്പോഴേക്ക് ഇവർക്ക് തോന്നും മറ്റവരെ നന്നായിനെയാണ്. അങ്ങനെ ഇത്രാഴ്ച മറ്റവരെ ജയിപ്പിച്ചു വിടും. മറ്റവര് ഭരിച്ച് ഒരു 5ാമത്തെ കൊല്ലാകുമ്പോഴേക്കും അയ്യ മറ്റവരെ എണ്ണീര് നന്നായിന്. അങ്ങനെ ഓരോ കൊല്ലം ഓരോ കുണ്ടു പോയി ചാല. ഇതാണ് വിവേകാനന്ദൻ പറഞ്ഞത്. എന്ത്? കേരളം ഒരു ഭ്രാന്താലയമാണ്. ഞാൻ അങ്ങനെ എന്തോന്ന് മൂപ്പര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ച് കാണിച്ചു തരാം. ശരി, എന്നാലും ഇപ്രാവശ്യത്തെ വരവ് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യ. അല്ല, എന്റെ കൂടെയാണല്ലോ പുറത്തേക്ക് ഇറങ്ങിയത്. അതെന്നെ വലിയൊരു കിട്ടലാണ്. എന്തേ ഇതെന്താ നിരച്ചക്ക കുറച്ച് വലിയ പൂക്കൾ ഇടണ്ടേ? എന്റെ തിരുമേനി, ഇതെന്നെ വിജയിന്റെ കാരുണ്യ. തമിഴ്നാട്. അല്ല, ഈ കോലത്ത് പുറത്തിറങ്ങിയ സ്ലിപ്പാവും കേട്ടോ. എന്തേ? നല്ലോണം പോലെ ഇറങ്ങിയിട്ട് തന്നെ നായ്ക്കള് വിട്ടില്ല. ഇത് ഇങ്ങനെ പോയാൽ കടിച്ചു കുറ്റിക്കാതെ നായ്ക്കള്. ഞാൻ ഒരു മുണ്ടും ഷർട്ട് ഇട്ടു തരാം. എന്താ? അതെ, കൊണ്ടുവന്നുണ്ടോ? ഇത് ഉഷാറായിണ്ട്. എന്നാ പോയാലോ? തിരുമേനെ, ഇപ്പൊ നിങ്ങളെ എല്ലാവർക്കും കണ്ടൂടെ? എല്ലാവരും കാണാം. ഉറപ്പല്ലേ? ഉറപ്പ്. നാളത്തെ മാതിരി പറ്റിക്കലല്ലേ? അതെന്താ അറിയോ, മറ്റേ ആൾക്കാർ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞോളൂ എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കും. എടാ സുരേഷ്, എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാ ഈ കോലത്തിൽ നിന്റെ മുന്നിൽ പെടയരുതെന്ന്. അന്ന് ഞാൻ നിർത്തിച്ചല്ലടാ. ആരേ? ഞാൻ ഈ പെങ്ങട്ടാ പോണേ? ഞാനോ? ബാറിലേക്ക്. ഞാനാണ്ട് വരാ. ബാറിലേക്കോ? ബാറിലേക്കല്ല, എന്റെ പൊരയിലേക്ക്. കണ്ണാറിന് എല്ലാവർക്കും പേടിയാ. വീട്ടിൽ വന്നെ കാല് ഞാൻ പെട്ടു. എന്നാ നന്നാക്കാൻ വരുന്നേ? എന്താ പറഞ്ഞ? അല്ല, വീട്ടില് വന്നാൽ ചെയ്ത തെറ്റിന് കാല് പിടിച്ച് മാപ്പ് പറയാ. ഇനിയിപ്പോൾ എന്തൊക്കെ കാണാൻ കിടക്കിന്. ഞാൻ ഉള്ളോണ്ടാണ് ഇവിടെ ഒരു വിധത്തിൽ. ആരെയും കൊല്ലണേ? ഇത് ആരാന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ഞെട്ടിപ്പോ. അമ്മായിട്ട് ആളാ. മനസ്സിലായി ഞങ്ങക്ക്? മനസ്സിലായി. എന്ത്? നിങ്ങളെ എന്ത് പറഞ്ഞാലും വിശ്വസിച്ച് നടക്കണ ഒരു വിഡ്ഢി. എന്നെപ്പറ്റി എന്താ പറഞ്ഞത്? അല്ല, ഞാൻ പല ആൾക്കാരും ഉപദേശിച്ച് നന്നാക്കലുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരാളാന്ന് വിചാരിച്ച നിങ്ങളെ പറ്റിയിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നന്നാവാൻ തോന്നി നിങ്ങളെ വിധിയാണ് നമ്മൾ കണ്ടുപിടിച്ചതേ.
അല്ല ഇതെന്തേ വാഷിംഗ് മെഷീൻ കേടാ പോരേല്? ഇത് ലുലുമാളെ പോയി വരാന്ന് 25 കട്ടുണ്ട് വരിക. 25,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താ. അപ്പോൾ അവർക്ക് കവറിന് വേറെ പൈസ കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു നന്നാവണ്ട. ഈ യൂസഫലിനെ നന്നാവാൻ സമ്മതിക്കരുത്. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ. നിങ്ങൾ എന്ത് നല്ല രീതിയിൽ ഭരിച്ചതാ. ഇനി ഇതൊന്നല്ല, ഇനി എന്തൊക്കെ കാണാൻ കിടക്കിന്. പേര് എന്റെ പൊന്നു മോനെ, നീ എന്റെ ക്ഷേത്രത്തിൽ കാല് കുത്തിയാണ്ടല്ലോ, നിന്നെ ഞാൻ തുപ്പും, കാലേവാരി എറിയും. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. തിരുമേനിയുടെ ഇപ്രാവശ്യത്തെ വരവിൽ നല്ല ഭാഗ്യട്ടോ. എന്താ നമ്മളെ നാഗ ലൈവ് പോയി കൊണ്ടിരിക്കുക. ശരിക്കും ഇതൊന്നല്ല പറയല്, അന്യായ തെറിയ. നാഗച്ചേച്ചിയെ ഞാൻ സൗജന്യ യാത്രാ ബസ്സിൽ കണ്ടല്ലോ. ഓസിക്ക് യാത്ര പോവര് നാണമില്ലേ? ആരാത്? കൊങ്ങി സുരേന്ദ്രൻ. എടാ, ആരാടാ നിങ്ങളോട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വെക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? വല്ല സ്ത്രീകളും പറഞ്ഞോ? ഇല്ലല്ലോ. ഇവളുണ്ടല്ലോ, ആള് വയലന്റ് ആണെങ്കിലും സൈലന്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയും. അത് കറക്റ്റാ. ഇതൊന്നല്ല തിരുമേനി ഇനി കാണാൻ കിടക്കണേ, കൊറേ ഉണ്ട്. ഇപ്പൊ നടന്നാലോ? ഇനി ചിലപ്പോ അവള് വയലന്റ് ആയി കഴിഞ്ഞാല് ഈ തെറിയിൽ കിട്ടും. നാട്ടിലഹരികൾ ലഭിക്കുന്നില്ലേ? ചാക്കുകണക്കിന് ലഭിച്ചതല്ലേ? ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ എല്ലാം മുടങ്ങിയില്ലേ? ഗസലടിച്ചാൽ മതി, ബോധം പോയിടാൻ പൊടി വലിച്ചാൽ മതി, പാറി പറന്നിടാൻ. പലയിടങ്ങളിൽ സ്കോഡ് വന്നിന്ന് വഴിയെല്ലാം പറഞ്ഞില്ലേ? ഈ റെയ്ഡ് കൊണ്ടുവന്നതാരി ഗതിക്കാരലെങ്കിലിങ്ങ് പോണ്. ഈ നട്ടു ജീവിക്കും പുരഗതിക്കിന്ന് കൂട്ട് നിന്നത് ആരെയാണ്? ആരായി പ്രസംഗിക്കണേ? അയ്യോ തിരുമേനി, ഇത് പ്രസംഗല്ല, ഇത് പാട്ടാ. അങ്ങനുണ്ട് പ്രസംഗന്മാരുണ്ടല്ലേ? ആ, എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, കാണാരേട്ടാ നിങ്ങൾ ഓനൊന്ന് ഉപദേശിച്ച് നന്നാക്കണം. ഞാൻ ഉപദേശിച്ചാൽ ഏരിയാവിനെ പ്രശ്നമേ ഉള്ളൂ. ഇത് എനിക്കാണ് നേരം കിട്ടിയില്ല. ഇനിയിപ്പൊ ഈ ഓണൊക്കെ ഒന്ന് കഴിയട്ടെ, നിങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് നോക്കാം. നമ്പർ വിട്ടാലോ? പറയണ്ട, ഓരോ തിരക്ക്. ഇത് പോകെയാണ് എൻ്റെ വീഡിയോ പോയില്ലേ, ഞാൻ തന്നെ കത്തിച്ചാളെ. ആ അല്ല, നിങ്ങൾ കാലിനെന്ത് പറ്റി? എടാ, അത് ഇന്നലെ അളമാറി തുറക്കുമ്പോൾ ഉണ്ടമ്പോരി കാലുമ്പോരി വീണ. അല്ല, എനിക്കൊരു ഉണ്ടമ്പോരി എടുക്കട്ടെ. എന്ത്, നിന്റെ പല്ല് പൊട്ടാനോ? ഇവിടെ ആരെ പൊറാട്ട ഉണ്ട് പറഞ്ഞ്? പൊറാട്ട അല്ലേ? ആ, എനിക്കൊരു പണിക്ക് പോയിക്കോളൂ. എത്ര കാലം വെച്ചിട്ടാ ഇവിടെ കുത്തിരിക്ക? ആ ബെഞ്ച് തേഞ്ഞിക്കിന്. എനിക്ക് ഈ പണിക്ക് പ്രശ്നം വെയിറ്റ് പൊന്തിച്ചൂടാ, ഷോൾഡർ സാധനങ്ങളൊന്നും പൊന്തിച്ചൂടാ. അങ്ങനെയാണ് എനിക്കൊരു തെർമോക്കോളിന്റെ കമ്പനി പണിയാക്കി തരട്ടെ. അതാകുമ്പോ അങ്ങനെ വലിയ വെയിറ്റ് പൊന്തിക്കണ്ടല്ലോ. ഇതാ എന്റെ ചിരി. ഒരു വ്ളോഗ് ചെയ്തൂടെ? ആ നല്ല പരിപാടിയാ. വ്ളോഗ് ചെയ്ത കുറെ കാണുന്ന കച്ചവടം നയിക്കില്ല, നല്ല കച്ചവടം ഉണ്ടാവും. നയിക്കില്ലുണ്ടാകുക. 6 പൊറാട്ടേന്റെ 8 ബോണ്ടേന്റെയും പൈസ തരാനുള്ളവനാക്കി. എന്നെ കൊണ്ട് വ്ളോഗ് ചെയ്യിപ്പിക്കണ്ട. എന്റെ പണിക്ക് വയ്ക്കോ. ഈ 4 പഴംപൊരി വിൽക്കണ ഞാനാ വ്ളോഗ് ചെയ്യണേ. എനിക്ക് കണ്ടോരെ വീട്ടിലെ കണ്ടോരെ അവിടെ ഉണ്ടാക്കണ അളമാറിയിൽ വെക്കണ പഴംപൊരി മറ്റേത് മറിച്ചോ ഒന്ന് മേടിച്ചോണ്ടോ എന്റെ അളമാറിൽ കൊണ്ടുവയ്ക്കേണ്ട എനിക്ക് ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കും, ഞാൻ വിൽക്കും. അത് 4 പഴംപൊരി ആണെങ്കിൽ 4 പഴംപൊരി ഉണ്ടാവുള്ളൂ. 5ാമത്തെ ഒരു പഴംപൊരി ഞാൻ വിൽക്കൂല. ആ, എന്റെ നിയമം അങ്ങനെയാണ്, എന്റെ നിയമ നടപടി അങ്ങനെയാണ്. ആ, അമ്മാരത്തെ ഒരു പരിപാടിക്ക് ഇന്നെ കിട്ടൂല. ഓരോരുത്തർ ഇവളായിട്ട് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാകും. എന്താണ് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എനക്കൊക്കെ ഉളുപ്പുണ്ട് ചങ്ങായി. എന്റെയൊക്കെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നേ പൊട്ടക്കണ്ടി ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ വേറെ പ്രശ്നമൊന്നുമല്ലേ? എന്താണ്? നമുക്ക് എല്ലാവർക്കും ഒരു സമയമുണ്ട്. നിനക്കൊരു സമയം വരും, നിനക്കൊരു സമയം വരും, ചേട്ടനൊരു സമയം വരും. എന്റെ സമയത്തിന് മോശമായി ഉള്ള ഗുണ്ടായുസം കംപ്ലീറ്റ് ചെയ്യുക, അവസാന സമയത്തിന് പറ്റൂ. വേണ്ടേ? അല്ല, ജയിലിൽ നിന്ന് നല്ല കിട്ടിക്കുന്നാണല്ലോ കേട്ടത്. എന്നെ തൊടില്ല. അത് എന്നോട് വേറെ ആള് പറഞ്ഞു. 2-3 പോലീസുകാർക്ക് എന്നെ തൊടാൻ കിട്ടിയില്ല, ബാക്കിയുള്ളവർക്ക് പെരുമാറിയിരുന്നു.
അല്ല മൂത്രം പോകാത്ത പ്രശ്നം. മൂത്രമൊക്കെ നല്ല അസലായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയൊരു കളർ വ്യത്യാസം. ഓരോ മൂത്രമൊക്കെ ഉണ്ടോ? അതെ ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മടം ഉണ്ടോ? മടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു പുലിമട ഉണ്ട് എന്റെ മുത്തച്ഛന്റെ കാലത്തുള്ളത്. അതല്ലാണ്ട് ഒരു പാറമടയുണ്ട്. അയ്യോ, പുലിമട പാറമട അല്ല, മഠം മഠം ആശ്രമം. സന്യാസിമാരെ. ഓ, എന്റെ റൂട്ടിക്ക് മനസ്സിലായി. ആദ്യം കൊണ്ടായിസം, രണ്ടാമതും മറ്റേ മയക്കുമരുന്ന്, മൂന്നാമത് പോലീസ് പിടിക്കുന്നറിഞ്ഞപ്പോ ആത്മീയത. പോലീസ് പിടിക്കുന്നറിഞ്ഞപ്പോ അല്ല, പോലീസ് പിടിച്ചപ്പോ. അല്ല അതിപ്പോ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അല്ല അങ്ങനെ പറഞ്ഞല്ല, താഴെ കട തൊട്ടിട്ട് വലിയ 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 ബന്ധങ്ങൾ നടക്കില്ലേ, അവരോട് പറഞ്ഞ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് രണ്ടു പാർട്ട്ണർഷിപ്പായിട്ട് കട നടത്തിയാലോ? അതൊരു നല്ല നമ്മള് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ കച്ചവടാ. അല്ല സാധനം അല്ല, ഞാൻ ഒരു വർത്താനം പറയണ്ട. അവസാനം ഇജി നല്ല ലേറ്റ് ചായയിൽ കഞ്ചാവ് വലിക്ക് കൊടുക്കാനാ ചിലക്ക് പോടോ. പാർട്ട്ണർഷിപ്പ് വേണ്ട ഒരു ചായ. ഒരു ചായയിലെ കോയില് ഞാൻ ചൂടുള്ള ചായ വെള്ളം ഞാൻ മോത്തേക്കാൻ പാടില്ല. ചിലക്കാൻ പോടാ, പൈസ തരാൻ അടിക്കും തിരിഞ്ഞടിക്കണേ. കണ്ണാരാ, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ തിരുവോണം കഴിഞ്ഞാ എനിക്ക് പോണം. അയ്യോ, നിങ്ങൾ പോവാനായില്ലേ? ഇപ്പൊ ഒരു കൊല്ലം കഴിയണം നിങ്ങളൊന്ന് കാണണമെങ്കിലേ. ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ഓണം അടുക്കുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ഓണത്തിന് മുമ്പ് 2 കൂടി ഇങ്ങോട്ട് പോരാലോ? മതി. അങ്ങനെ ആക്കാം. ഓ, ഒരു ഫ്ലെക്സും വെച്ചപ്പോഴേക്ക് ഞാൻ അതൊന്നും താല്പര്യമില്ല. ഇവരോട് പറഞ്ഞത് അങ്ങനെ പബ്ലിസിറ്റി ഒന്നും വേണ്ടാന്ന്. അല്ല, എന്താണ് 3 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വമ്പിച്ച ഓണാഘോഷം? ഓണാഘോഷത്തിനല്ല പ്രാധാന്യം. നിങ്ങൾ അടിയത്ത് വായിക്കും നോക്കി, നിങ്ങൾ ലഹരിക്കെതിരെ പോരാടിയ ധീരനായ ജാലിയൻ കണാരന് സ്വീകരണം. അല്ല, ഗംഭീര സംഭവം ഉണ്ടല്ലോ. ദ ബെസ്റ്റ് മാവേലി ഓഫ് ദ ഇയർ, 1 ലക്ഷം ഉറുപ്പിക സമ്മാനം. നമുക്കൊന്ന് മത്സരിച്ചാലോ? എന്താ കണ്ണാര, ഞാൻ മത്സരിച്ച 1ാം സമ്മാനം എനിക്ക് തന്നെ. ഏതെങ്കിലും പാവപ്പെട്ട മത്സരിച്ച് കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് എന്തിനാ കാശ്? ഉപയോഗിക്കാലോ, ചാരിറ്റിക്ക്. അപ്പം അങ്ങോട്ട് പോയാലോ? ആരെങ്കിലും രക്ഷപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു നിമിഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷവും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ പോരാടി വിജയം കൈവരിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജാലിയൻ കണാരേട്ടന്റെ സ്വീകരണ ചടങ്ങിനുമായി ഈ വേദിയും ഈ നാടും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മന്ത്രി രമേശൻ സർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിനായി നമുക്ക് സ്വാഗതം ചെയ്യാം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ലഹരിക്കെതിരെ നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇവിടെയും നാം അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലഹരി നമ്മുടെ സമൂഹത്തെയും ഈ നാടിനെയും കുടുംബത്തെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു മാരക വിപത്താണ്. ഈ മാരക വിപത്തിനെതിരെ നമ്മുടെ സമൂഹം ഒന്നടങ്കം പടപൊരുതേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ കണാരേട്ടൻ ചെയ്തത് വളരെ ശ്ലാഘനീയമായൊരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി അദ്ദേഹം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി. നന്ദി സർ. ഒരിക്കൽ കൂടി നമുക്ക് ഏവർക്കും നിറഞ്ഞ കയ്യടി അദ്ദേഹത്തിനായിട്ട് നൽകാം. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജാലിയൻ കണാരേട്ടനെ പൊന്നാടി അണിയിച്ചുകൊണ്ട് സ്നേഹാദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി രമേശൻ സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജാലിയൻ കണാരേട്ടനെ നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. നന്ദി സർ. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ കണാരേട്ടനെ ഒരു ഗംഭീര കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട
എല്ലാ ആരാധകർക്കും നമസ്കാരം. ഈ ലഹരിനെ പറ്റി, ലഹരിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി വിശദമായൊരു പ്രസംഗം മന്ത്രി ഇവിടെ നടത്തി. എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്, എന്നോട് ഇവിടെ MDMAയും കഞ്ചാവും ബ്രൗൺ ഷുഗറും മാത്രമല്ല ലഹരി. കിണറ്റിലെ പച്ചവെള്ളം പോലെയാണ് മദ്യം ഇവിടെ ഒഴുകുന്നത്. അല്ലേ അല്ലേ? അപ്പോ ഇനി നിർത്തലാക്കേണ്ടത് എന്താണ്? ഇവിടെ നടത്തുന്ന ബാറും ബീവറേജുകളും നിർത്തലാക്കണം. ബ്രിട്ടീഷുകാർക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാർ കയറി ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. ബ്രിട്ടീഷുകാരെ ഇവിടെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ബാറും ഒഴിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഇവിടെ ഓരോ ബാറിലും ബീവറേജിലും ഞാൻ കയറി നിരങ്ങും. അത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഇനി എൻ്റെ അടുത്ത സംഭവം ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഒരു തുള്ളി മദ്യം ഇനി കേരളത്തിൽ ഒഴുകാൻ ഞാൻ സമ്മതിക്കൂല. അതാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി. ഈ ഒരു സമയം ഗാന്ധിജി വേദിയിലുണ്ടായിരുന്നെങ്കിൽ മൂപ്പര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടായിരുന്നു. കാരണം എന്താണ്? എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയല്ലോ. എന്ത് ചെയ്യാനാ വിധി. അപ്പം കണാരേട്ടൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, മറക്കണ്ട കേട്ടോ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്നത്തെ മോസ്റ്റ് എക്സൈറ്റിംഗ് മൊമെന്റിലേക്ക് നമ്മൾ ഇവിടെ കടക്കാൻ പോവുകയാണ്. 3 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ബെസ്റ്റ് മാവേലി ഓഫ് ദ ഇയർ മത്സരങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് കോഡ് നമ്പർ ഈസ് 101. ആരാണിപ്പത്? ആരാണ്? നിങ്ങള്? ഞാനാ? ഞാനിപ്പോ ഇവിടെ നിൽക്കല്ലേ? അതാ പറഞ്ഞ് ഓണായി കഴിഞ്ഞാൽ നിങ്ങളെ മാതിരി നിങ്ങളാന്നും പറഞ്ഞിട്ട് കുറെ ലക്ഷക്കണക്കിന് മാവേലിമാർ ഇറങ്ങുമ്പോഴേ നിങ്ങളെ കൊണ്ടുണ്ടായൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. ഇതിൻ്റെ അകത്ത് 1,00,000 പേര് കൊടുക്കുന്നാല്. അല്ല, ഓനെ പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. കണ്ടില്ല ഓന്റെ കോലം. അല്ല, ഇപ്പൊ മാവേലിന്റെ മത്സരമാണോ അല്ല കാലന്റെ മത്സരം? ആ ഉറുപ്പില്ലാത്ത താരെങ്കിലും ഒന്ന് പറ്റിയേ അല്ലേ? ഇതാ ഞാൻ പറഞ്ഞേ, നിങ്ങളൊന്ന് ചെന്നിട്ട് എന്താണ് മാവേലി എന്നൊന്ന് കാണിച്ചു കൊടുക്കി. ഇതിന്റെ പേരിൽ നടക്കുന്ന പരിപാടി എൻ്റെ മാനം കാക്കി. നിങ്ങൾക്കാണെങ്കിൽ വേഷം മാറാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. എന്നാ ചെല്ലി. പോയോ? എത്തില്ല. Ladies and gentlemen, ഇന്നത്തെ 3 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ബെസ്റ്റ് മാവേലി ഓഫ് ദ ഇയർ ആരാണെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. അഭാഗ്യവാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കോഡ് നമ്പർ 103 ചാത്തമംഗലം ജയൻ. എന്താ കണാര, നീ ഒറ്റ ഒരുത്തനാ എന്നെ ഇതിലോട്ട് വലിച്ചഴിച്ചത്. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കേരളത്തിലോട്ട് ഞാൻ ഇനി വരണോ? തിരുമേനി, ഇവിടെ പണവും സ്വാധീനമുണ്ട്, എന്തും നടക്കും. അതാണ് ഇങ്ങനെ സുന്ദരമായി ഭരിച്ച കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ.
നമുക്ക് പോയാലോ? കണാര, നീ എന്താണെന്നും ഏതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. നീ നിഷ്കളങ്കന. അതുകൊണ്ടാണല്ലോ എല്ലാ കൊല്ലവും ഞാൻ വരുമ്പോ 10 ദിവസം നിന്റെ കൂടെ മാത്രം കാണുന്നത്. എന്നാൽ ഇത്തവണ വളരെ സന്തോഷവാനായിട്ടാണ് ഞാൻ മടങ്ങുന്നത്. അപ്പൊ നിനക്ക് പോകുന്നതിന് വിഷമമൊന്നുമില്ല അല്ലേ? പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കണാറിനുണ്ടാവും. ലോകമുള്ള കാലം വരെ ജാലിയൻ കണാറിന്റെ നാമധേയം ഒളിമങ്ങാതെ നിൽക്കും. എന്നാലും നിങ്ങൾ പോവാന്ന് പറയുമ്പോ വല്ലാത്തൊരു വിഷമ. 12 മാസം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല കണാര. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണാറിനാണ് ഭംഗിയായിട്ട് നോക്കാൻ. അത് ഞാനേറ്റ്. ലഹരി ഇല്ലാത്തൊരു ഇന്ത്യ, അതാണ് എൻ്റെ ആഗ്രഹം. കണാറിന്റെ മാത്രമല്ല, ഒരുപാട് പേരുടെ ആഗ്രഹമാണ് കണാറിന് ഇപ്പൊ പറഞ്ഞത്. അതിനിപ്പോ എന്താ ഒരു വഴി? എന്നെ സ്പർശിച്ച് കണ്ണടച്ചിരുന്നാൽ അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന വലിയൊരു കാര്യം കണാറിന് കാണാം. ആണോ? വീടല്ലേ കണാര, ഒരിക്കൽ കൂടെ കണ്ണടച്ച് നോക്ക്. ഇനിയുണ്ടോ? പിന്നെ നല്ല രസകരമായ കാഴ്ചകൾ ഇനിയും കാണാം. അത് നന്നായി. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ആ ചെക്കൻ്റെ ഭ്രാന്ത് മാറി കിട്ടിയല്ലോ. അപ്പോ അധികം ലാഗടിപ്പിക്കാതെ ഞാൻ പോട്ടെ കണാര. ഇതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളുടെയും ക്രെഡിറ്റ് കണാറിനുള്ളതാണ്. തിന്മയ്ക്കെതിരെയുള്ള കണാറിന്റെ പോരാട്ടങ്ങൾ ഇനി ഓപ്പറേഷൻ കണാരൻ എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. നിറയെ നെല്ലൊരുക്കി, കളം നിറയെ പൂവൊരുക്കി, താളമേള ഘോഷമോടെ തുള്ളാനോണ പാട്ടൊരുക്കി. അത്തം പത്തോണമായി മാമന്നൻ വരികയായി, അത്തം പത്തോണമായി മാമന്നൻ വരികയായി. പുത്തനോണ കോടി വാങ്ങി കസവുകര പട്ടുടുത്ത് ഒത്തുചേർന്നൊരിഷ്ടമോടെ പൂപ്പൊലി പൊലി പാട്ടുപാടി പുലി കളിക്കൊരോണമായി ഉത്സവത്തിനോളമായി. അത്തം പത്തോണമായി മാമന്നൻ വരികയായി. പപ്പടവും പച്ചടിയും 10 കൂട്ടം കരിനിറവും പാലടതൻ പായസവും ഉണ്ണാനോണ സദ്യവട്ടം തിരുവാതിര കളികളും തിരുവോണത്തുടികളും. അത്തം പത്തോണമായി മാമന്നൻ വരികയായി. തൊടിയിൽ മരച്ചില്ല മേലെ ഊഞ്ഞാലിന്മേലാടിയാടി കൂട്ടരൊത്തു തുമ്പി തുള്ളി പാട്ടിനൊത്തൊരാട്ടമാടി. തിരുവോണപ്പുലരിയിൽ മലയാള പെരുമയായി. അത്തം പത്തോണമായി മാമന്നൻ വരികയായി. തിരുവോണപ്പുലരിയിൽ മലയാള പെരുമയായി. അത്തം പത്തോണമായി മാമന്നൻ